രാവിലെ എണീറ്റപ്പോഴേ നല്ല വെട്ടവും വെളിച്ചവും വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് തുണി കഴുകിയിടാം, ഇപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ തുണിയൊക്കെ കഴുകിയിട്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ലൈറ്ററാണ് കേട്ടോ. ഇത് അത്രയ്ക്ക് പോരാ, കാരണമെന്ന് വെച്ചാൽ ഞാൻ 5 ദിവസം ഉപയോഗിച്ച് 6ൻ്റെ അന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണമെന്ന് വെച്ചാൽ രാവിലെ പോയിട്ട് വന്നപ്പം കുറച്ച് മട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കഴുകി വയ്ക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മട്ടൻ കറിയും കൂടെ തേങ്ങാച്ചോറും ചീനി കൂട്ടാൻ വെച്ചതുമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു അരപ്പിനായിടാം, മോളത് കഴുകി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരെ മട്ടൻ എടുത്ത് കഴുകാൻ വേണ്ടി പാത്രത്തിൽ വെച്ച് വാവ് ഉറങ്ങുന്ന സമയം കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി എടുക്കണം. വാവയെ കുളിപ്പിച്ചുറക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അവൾ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. ആ സമയം കൊണ്ടാണ് ഞങ്ങളെ ജോലിയൊക്കെ ഞങ്ങൾ ചെയ്ത് തീർക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾ മട്ടൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. രാവിലെ ഞങ്ങൾ മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് മട്ടൻ കൊണ്ടുവന്നിട്ട് ഇന്ന് മട്ടൻ വെച്ചാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ട് മട്ടൻ കറിയും വെച്ച് തേങ്ങാച്ചോറും ആക്കാമെന്ന് വിചാരിച്ചത്. ഇറച്ചിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിൽ ഊറ്റാൻ വേണ്ടി വെച്ചിട്ട് അത് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ അരപ്പ് വരട്ടണം. അരപ്പ് ഉമ്മ ഒന്ന് പുരട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അതിനി ചതച്ച് വെക്കണം. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഭയങ്കര കറണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് കറണ്ട് പോക്കാണ് ജോലി. അതുകൊണ്ട് രാവിലെ തലേന്ന് രാത്രിയെല്ലാം പ്ലാൻ ചെയ്തിട്ട് കിടക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ പാടില്ല കേട്ടോ. കറണ്ട് പോകുമ്പം പിന്നെ കറണ്ട് പോകുന്നതിന് മുമ്പ് മീൻ കറിയാണ് വയ്ക്കുന്നതെങ്കിൽ മീൻ കറിക്കൊക്കെ പെട്ടെന്ന് അരച്ച് ചതച്ച് വെക്കും. വറുത്തരച്ചാൽ വെക്കുന്നതെങ്കിൽ അത് അങ്ങനെ ചെയ്തങ്ങ് പെട്ടെന്ന് വെക്കും കേട്ടോ. അതാകുമ്പോൾ പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ. ഞാൻ ചതയ്ക്കുന്നത് ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ദാണ്ട് ഇവിടെ തേങ്ങാച്ചോറിനുള്ള മസാലയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഉള്ള പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഒതുക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ് പിന്നെ പാടാണ് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ കോലം. ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള അവസ്ഥ. ജോലിയെല്ലാം കഴിഞ്ഞാൽ എൻ്റെ മുടി ലാസ്റ്റ് ഇങ്ങനെ പറന്ന് കിടക്കും. അങ്ങനെ ഉമ്മ അരിയാട്ടാനുള്ളതൊക്കെ അരിയാട്ടി വെച്ച് അതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ട നെല്ലിക്ക കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് 2-3 കഷ്ണമൊക്കെ എടുത്ത് കഴിച്ച് നല്ല രുചിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പിലിട്ടത് കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.